ഹലോ, വെൽക്കം ടു ജോ ആൻഡ് ജോയ്. നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ അടുത്ത് വരുമല്ലേ, ഒരു വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് എന്നാത്തിൻ്റെ വൈനാന്ന് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പഴം കൊണ്ടുണ്ടാക്കുന്ന വൈനാണ് കേട്ടോ. ഇത് ദേ ഒരു 2.5 കിലോ, തൊലിയൊക്കെ കളയുന്നതിന് മുമ്പ് 2.5 കിലോളം ഉണ്ട്. പോകുമ്പോഴാണ് നമ്മുടെ വാഴയിലുണ്ടായതാണേ. പക്ഷേ എങ്കിൽ നമുക്ക് പാളയം കുടമ്പഴേ ഉള്ളൂ, അല്ലെങ്കിൽ റോബസ്റ്റേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഏതായാലും പ്രശ്നമില്ല. ഇച്ചിരി പഴുത്ത പഴം എടുക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നല്ല ഇങ്ങനെ കേടാവാത്ത നല്ല പഴം നോക്കിയെടുക്കുക. എന്നിട്ട് അതെല്ലാം തൊലിയൊക്കെ പൊളിച്ച് ദേ ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. ഒത്തിരി അങ്ങ് ഉടയ്ക്കുവോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുവോ അങ്ങനെ ഒന്നും വേണ്ട. ദേ ഇങ്ങനെ അരിഞ്ഞ് വെക്കുക. അതൊക്കെ അരിഞ്ഞ് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം ആയിരിക്കണം. സ്റ്റീൽ പാത്രത്തിൽ അരിഞ്ഞ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞങ്ങോട്ട് മാറ്റി ആദ്യം വെക്കുക. പിന്നെ നമ്മൾക്ക് ഈ വൈനിടാൻ വേണ്ട നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. വെള്ളം നമുക്ക് നല്ല തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം, ഒട്ടും ചൂട് കാണില്ല കേട്ടോ. അപ്പോൾ അതും ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. 2 കിലോ പഴത്തിന് ഞാനൊരു 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് 1 കിലോ പഞ്ചസാരയാണ്. നമുക്ക് 1.5 കിലോ പഞ്ചസാര വരെ ഉപയോഗിക്കാം ഈ 2 കിലോ പഴത്തിന്. ഒരുപാട് മധുരം ഇവിടെ വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ 1 കിലോ പഞ്ചസാര എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, നമ്മുടെ ഡ്രൈ ഈസ്റ്റ്, അതാണ്. അത് 1 ടീസ്പൂണാണ് അതെടുക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര നമ്മൾ ഈ കളറിലെ ഇവിടെ ഉപയോഗിക്കുന്നത്, ബ്രൗൺ കളറിലെ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങ ഇല്ലേ, ഉണക്കമുന്തിരിങ്ങ, അതൊരു 20 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു നല്ല കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഗ്രാമ്പു. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതാണ് നമുക്ക് ഇതിട്ട് വെക്കാനുള്ള ജാറ്, ഗ്ലാസ് ജാറ്. നമുക്ക് ഭരണി ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ ഒരു തവി എടുക്കുമ്പം തടിയുടെ തന്നെ എടുക്കണം. പിന്നെ വേറെ കറികളൊക്കെ ഉണ്ടാക്കുന്ന തവികളൊന്നും എടുക്കരുത് കേട്ടോ, അതപ്പോൾ അത് ചീത്തയായി പോയി വൈനെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഇത് ഇടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പ് വൈൻ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെയാണ്, നന്നായിട്ട് കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഈ ജാറിൻ്റെ ഏറ്റവും ബോട്ടമിലോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ പട്ട, പിന്നെ മുന്തിരിങ്ങ, 3 ഡ്രൈ ചില്ലി, നല്ല വലിയ 3 ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറേശ്ശെ നമ്മൾ ഈ പഴം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെയും കുറച്ച് പഴം ഇട്ട് കൊടുക്കുക, പിന്നെ അങ്ങനെ ഒരു ലെയർ ആയിട്ട് കുറേശ്ശെ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾ എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളുക. പതുക്കെ ഇടുക. ഇതൊന്നും നമ്മൾ എന്താ പറയണ്ടത്, താഴെ പോകാതെയോ അല്ലെങ്കിൽ അങ്ങനെ വൃത്തിയില്ലാതെ ചെയ്യരുത്. എന്തെങ്കിലും സാധനങ്ങളിനകത്ത് വെള്ളത്തിൻ്റെ അംശമോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ചീത്തയായിപ്പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വെള്ളം ബാക്കിയെല്ലാം ഒഴിച്ച് അത് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജാറ് കംപ്ലീറ്റ് ഫുള്ള് ഫില്ല് ചെയ്ത് വെക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ഒരു നമ്മുടെ ആ നെക്ക് ഭാഗമില്ലേ നമ്മുടെ ജാറിൻ്റെ അല്ലെങ്കിൽ ഭരണിയുടെയൊക്കെ അവിടം വരെ മാത്രമേ വെക്കാവൂ. എനിക്ക് കുറച്ചധികം വന്നതെടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2 കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. ഒത്തിരി ഇല്ല ഇപ്പുറത്തതിനകത്ത് പഴം വന്നേക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി ഇത് ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. എല്ലാ ദിവസവും ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെട്ടത്തിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കാണിക്കുന്നത്. ഒരേ ഡയറക്ഷനിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ആ തടിത്തവി വെച്ചിട്ട്. തടിത്തവി പ്രത്യേകം ഓർക്കണം, നനവുണ്ടായിരിക്കരുത്, നല്ല തവിയായിരിക്കണം. ഒരേ ഡയറക്ഷനിൽ സെയിം ടൈമിൽ അതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ 10 ദിവസം ആയിട്ടുണ്ട് ഇന്ന്. ഈ പരുവായി, പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങി, പിന്നെ ഒത്തിരി അങ്ങ് ഇതായി കണ്ടോ. എന്നിട്ടൊരു ഞാനൊരു സ്റ്റീലിൻ്റെ അരിപ്പ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ടൊരു വലിയ ജഗ്ഗിലോട്ട് ആദ്യം ഞാനങ്ങ് അരിച്ചൊഴിക്കുകയാണ്. ഒത്തിരി അങ്ങ് ഞെക്കി അങ്ങ് ഇതാക്കാൻ ശ്രമിക്കരുത്, കാരണം അതിൻ്റെ പൊടിയെല്ലാം അതിനകത്തോട്ട് വീണിട്ട് ഒത്തിരി കലങ്ങി കിടക്കും നമ്മുടെ വൈന്. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ജ്യൂസ് എല്ലാം താഴോട്ട് പോകാനായിട്ട്. അങ്ങനെ മുഴുവൻ അരിച്ചെടുത്തിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വൈൻ ഒഴിച്ചു വെക്കാനുള്ള നമ്മുടെ കുപ്പികളില്ലേ, ഗ്ലാസിൻ്റെ കുപ്പികൾ അല്ലെങ്കിൽ വൈൻ്റെ ജാറുകളൊക്കെ ഇല്ലേ, അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണാം അതിങ്ങനെ അതിനടിയിലുള്ള ഇതെല്ലാം അടിഞ്ഞടിഞ്ഞ് നല്ല തെളിഞ്ഞ് വരുന്ന കാണാം വൈന്. അങ്ങനെ ഇതാണ് ഞാൻ മൊത്തം അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം 2 കളറായിട്ടിരിക്കുന്നത് കണ്ടോ. അത് കഴിഞ്ഞേച്ച് ഇതിനിയിപ്പം ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇപ്പം തന്നെ നമുക്ക് കുടിച്ചു തുടങ്ങാം. ഇനി അതല്ല പിന്നീട് നിങ്ങൾക്ക് കുടിച്ചാൽ മതിയെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ വീര്യം കൂടും. അപ്പം നന്നായിട്ട് ഇത് ആൽക്കഹോളൊന്നും ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പിള്ളേർക്കും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യം ഈ വൈൻ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.